ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഇവിടെയും എല്ലാവരും സുഖമായിരിക്കണു. നമുക്ക് വിൻ്ററൊക്കെയാണിപ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്മൂത്തി ആയിട്ടാണ്. ലേറ്റായിട്ട് എണീക്കുന്ന ദിവസങ്ങളിൽ സിമ്പിളായിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് സ്മൂത്തി. ഞങ്ങളെ സംബന്ധിച്ച് അതാണ് സ്മൂത്തി. ബിക്കോസ് ലേറ്റായി എണീറ്റു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 12:30 o'clock ഒക്കെ ആകുമ്പോൾ ലഞ്ച് കഴിക്കാം. അപ്പോൾ ഹെവി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ല അല്ലേ. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, എന്നാൽ അത് ഫില്ലിംഗ് ആണ്. പിന്നെ ഇത് തന്നെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കണം എന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഒരു നട്ട്സ് ആഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബനാന, അവക്കാഡോ, പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് റാസ്ബെറി, ബ്ലൂബെറി, പിന്നെ കുറച്ച് മിൽക്ക്, പിന്നെ മധുരത്തിനായിട്ട് ഒരു ജിഞ്ചർ ഹണി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ക്രിസ്മസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിൽ ലോക്കലായിട്ട് ലോക്കലി ഇവിടുത്തെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അവരുടെ വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്മസ് മാർക്കറ്റിന് പോയപ്പോൾ വാങ്ങിയതാണ് ഞാൻ ഈ ഹണി വിത്ത് ജിഞ്ചർ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സ്മൂത്തിയുടെ കൂടെ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് ഷുഗർ യൂസ് ചെയ്യുന്നില്ല. പകരം പിന്നെ ഈ മിൽക്കിന് പകരം ഇപ്പം ഞാനിവിടെ 3% ഫാറ്റുള്ള മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മിൽക്ക് വേണമെങ്കിൽ, സോയ മിൽക്കോ ആൽമണ്ട് മിൽക്കോ അങ്ങനെ ഏത് മിൽക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, മീൻസ് ഷുഗറിന് വേണ്ടിയിട്ട്, ആ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഷുഗറിന് പകരം ഷുഗർ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ, ഒരു ഹെൽത്തി വേ എന്ന് പറയുന്നത്. ഞാനിവിടെ ഹണി, ചെറിയ ആ ഒരു ജിഞ്ചർ ടേസ്റ്റുള്ള ഹണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം മിക്സിയുടെ ജാറിലിട്ട് എന്താ പറയുക, നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ ഫിലിപ്സിൻ്റെ ആണ്. ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഒരു 1 month ആയി. എനിക്ക് നല്ലൊരു ബ്ലെൻഡറായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എന്താ പറയുക, ഞാനിത് 1 minute ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. 1 minute കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്ത് നല്ല ഇതിൽ എടുക്കുവാണ്. നിങ്ങൾക്ക് അവസാനത്തെ പ്രൊഡക്റ്റ് കാണുമ്പോൾ അറിയാം, നല്ല കട്ടിക്കാണ് നമുക്ക് സംഭവം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫില്ലിംഗ് ആണിത്. ഹെവി ഒന്നുമല്ല, വളരെ ലൈറ്റായിട്ട് എന്നാൽ കംപ്ലീറ്റ്ലി ഒരു ഫില്ലിംഗ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്മൂത്തീസിൽ എന്താ പറയുക, ഓട്സൊക്കെ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഈ ഒരു സ്മൂത്തിയിൽ ആവശ്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആവശ്യമായിട്ട് തോന്നിയിട്ടുമില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആൽമണ്ടോ പംകിൻ സീഡ്സോ, ഇനിയല്ല കാഷ്യൂ വേണമെങ്കിൽ കാഷ്യൂവോ, അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിൽ, വാൾനട്ട് നല്ലതാണ് കേട്ടോ, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കിത് ചിയ സീഡ് ജസ്റ്റ് എന്താ പറയുക, ഇടയിലൊരു ആ ഒരു ക്രഞ്ചിനെസ് ഫീലിംഗ് കിട്ടണമെങ്കിൽ കുറച്ച് ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ട് 1 സ്പൂൺ ചിയ സീഡ്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് ജസ്റ്റ് ബനാന, അവക്കാഡോ, പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബെറീസ്, ബ്ലൂബെറിയും അതുപോലെ തന്നെ റാസ്ബെറിയും, ഇതാണ് ഞാൻ ആഡ് ചെയ്തത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു കളറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു കളറിലാണ് സംഭവം കിട്ടുന്നത്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും. എന്നാൽ സ്വീറ്റ്നെസ് ഉണ്ട് താനും. കാരണം ഈ ബെറീസിലും ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസിലും ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം കൂടുതലായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുക, പൊട്ടാഷ്യം, ബനാനയിൽ നല്ല രീതിക്ക് പൊട്ടാഷ്യം ഉണ്ട്. അവക്കാഡോയിൽ നല്ല രീതിക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ്, ഗുഡ് ഫാറ്റ് ഉണ്ട്. ഇതൊക്കെ കൊളസ്ട്രോളിനെയും അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പറ്റുന്നവർ നല്ലൊരു സ്മൂത്തി എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്വീഡനിലുള്ളവരും ഒട്ടുമിക്കവരും ട്രൈ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ താങ്ക് യു.